ഇങ്ങള് കേട്ടിനോ ജാനേടത്തേ തെക്കേലെ ചന്ദ്രി പാടിക്കാൻ പോണ് താടിക്ക് കയ്യൂ നീ ജാനേടത്തി ഓള് പാടിച്ചെന്ന് ഡോട്ടറാകൂ. എൻ്റെ പേര് പത്മിനി. ഞാനൊരു ഖാദി തൊഴിലാളിയാണ്. ഞാനിപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA പൊളിറ്റിക്കൽ സയൻസ് ലാസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാമിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 1985-86 പ്രീ ഡിഗ്രി 1ാം വർഷം പഠിച്ച് ജയിച്ച് പഠനം നിന്നു പോയതാണ്. എനിക്ക് പഠിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ വീട്ടിലെ മൂത്ത കുട്ടിയേനും എനിക്ക് ഇളയ 2 ആങ്ങളമാർ, അപ്പോൾ അവർക്കും കൂടിയും പഠിക്കാൻ ഉള്ള സാഹചര്യം വീട്ടിലുണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ പഠനം നിന്നു പോയതാണ്. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയി. പഠനം നിന്നു പോയിട്ടുണ്ടെങ്കിലും ആദ്യം തൊട്ടേ വായന എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വായന ഞാൻ 2-3 ലൈബ്രറിയിൽ നിന്നൊക്കെ പുസ്തകം വാങ്ങി വായിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് ഞങ്ങളൊരു പത്രമൊന്നും അങ്ങനെ കാണുന്നില്ല. വീട്ടിൽ സാധനങ്ങളൊക്കെ പൊതിഞ്ഞുകൊണ്ട് വരുന്ന കടലാസൊക്കെ കഴിച്ച് വായിക്കുന്നൊരു മീൻ കടലാസൊക്കെ പൊതിഞ്ഞ് കൊണ്ടുവന്നിട്ട് അത് ഇങ്ങനെ വായിക്കുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വായനയോടൊരു വല്ലാത്ത ഭ്രമം ഉണ്ടായിരുന്നു. നമ്മൾ പോകുമ്പോൾ പല പ്രായത്തിലുള്ളവരായിരിക്കും. എനിക്ക് വല്ലാത്ത അപകർഷതാബോധമൊക്കെ തോന്നിപ്പോയി. എൻ്റെ മക്കളെക്കാട്ടും ചെറിയ കുട്ടികളെ എപ്പോഴും പഠിക്കാൻ പോകുന്ന ഒരവസ്ഥ. പക്ഷേ ഓരോ കൂടെ ഞാൻ ഓരോപ്പം തന്നെ അതേ ഒരു മൈൻഡിൽ എനിക്ക് പഠിക്കാൻ പറ്റി. കുട്ടികളൊരു മൈൻഡിൽ പഠിക്കാൻ പറ്റി. അവരെ ക്ലാസ് ലീഡറൊക്കെ ആയിട്ട് ഇങ്ങനെ വീണ്ടും നമ്മൾ ഒരു കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകുന്ന പോലെ സ്കൂൾ മുറ്റത്തൂടെയൊക്കെ കളിക്കാനും ഇതിങ്ങനെ ഒരു കോളേജിലൊക്കെ പോകാനും കുട്ടികളെ കൂടെ പഠിക്കാനും ഒക്കെ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തിരിച്ചു കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് ഞാൻ കാണുക. അപ്പോൾ അന്നേരമൊക്കെ എല്ലാവരും ചോദിക്കാൻ എന്ത് കിട്ടും ഇങ്ങനെ പഠിച്ചിട്ട്. അപ്പം ഞാൻ പറയാൻ എനിക്ക് പിന്നെ ജോലി കിട്ടിയിട്ടുണ്ട്, റിട്ടയർഡ് ആവാനൊക്കെ ഉള്ള പ്രായമായി, ജോലിക്ക് വേണ്ടി പഠിക്കൽ എൻ്റെ ഉള്ളിൽ അത്രയും ഒരാഗ്രഹമുണ്ട്. പഠനം എനിക്ക് നേടിയെടുക്കണം, നഷ്ടപ്പെട്ടു പോയെന്ന്. അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവും മക്കളും അതിന് പൂർണ്ണ സപ്പോർട്ടായിരുന്നു. എല്ലാ ദിവസവും ഇങ്ങനെ പോകുമ്പോൾ എന്നോടൊക്കെ എവിടെയാണ് പോകുന്നത്, ഞാൻ ഓടിപ്പിടിച്ച് പോകുന്നതായിരിക്കും വീട്ടിലെ പണിയൊക്കെ കഴിച്ച്. അപ്പം ഞാൻ കള്ളത്തിലൊന്നും പറയില്ലായിരുന്നു. ഞാൻ പറയും ഞാൻ പഠിക്കാൻ പോകുകയെന്ന് പറയും. എന്ത് പഠിക്കാൻ? ഞാൻ +2 പഠിക്കാൻ പോകും. ഏടാ അപ്പോൾ അതേപോലെ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ എന്ത് പഠിച്ചിട്ട് നിനക്കിനിപ്പോൾ കളക്ടറെക്കാനാകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ആൾക്കാരിങ്ങനെ ചോദിക്കും. ഞാനങ്ങനെ പോയിട്ട് പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാടെ തന്നെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഞാനൊരു നെയ്ത്തുകാരി, നെയ്തുകൂട്ടും നിതാ പുതുപുത്തൻ പുടവകൾ, ദിഗംബരന്മാരെ നിങ്ങൾ വന്നെടുത്തുടുക്കുവിൻ, നാണം മറയ്ക്കുവിൻ. ഊണിൽ ഉറക്കമില്ലാണ്ടു ഞാൻ നെയ്യുന്നു നിങ്ങളുടെ ബീഭത്സ രൂപത്തെ മറയ്ക്കുവാൻ. നിങ്ങളുടെ ബീഭത്സ രൂപത്തെ ദർശിച്ച് എൻ്റെ പെൺമക്കൾ അലറിക്കരയുന്നു. അവരെ ഞാൻ എങ്ങനെ വിട്ടയക്കും ചുരന്ന നെഞ്ചിൻ്റെ ചൂടിൽ നിന്നും. 54 വയസ്സ് ഒരു ചെറിയ പ്രായമൊന്നുമല്ല. പക്ഷേ MA പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാൻ തനിക്ക് 54 വയസ്സ് ചെറിയ പ്രായമാണെന്നാണ് പത്മിനി ചേച്ചി പറയുന്നത്. തൻ്റെ ഈ പ്രസംഗങ്ങളും കവിതയും പഠിക്കാനുള്ള ഇഷ്ടവും ഒക്കെ കണ്ട് മറ്റുള്ള ആളുകളും പഠനരംഗത്തേക്ക് കൂടുതലായി വരട്ടെ എന്നും ചേച്ചി ആഗ്രഹിക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്.